ഒരു വീട്ടമ്മയ്ക്ക് നല്ല ഒരു കറവ പശു ഉണ്ട്. അവർക്ക് നല്ല രീതിക്ക് പാലും ദിവസേന കിട്ടുന്നുണ്ട്. അങ്ങനെ അയൽപ്പക്കത്തെ ഒരു സ്ത്രീ ഇവരുടെ ഈ വീട്ടിൽ വന്നിട്ട് നിത്യേന കുറച്ച് പാല് അവരുടെ വീട്ടിലെ ആവശ്യത്തിലേക്ക് മേടിക്കും. അങ്ങനെ ധാരാളം പാല് ലഭിക്കുന്ന ഈ പശുവിനെ കണ്ട് ഈ സ്ത്രീയോട്, ഈ വീട്ടമ്മയോട്, ഈ പശുവിൻ്റെ ഉടമസ്ഥയോട് അയൽപ്പക്കത്തെ വീട്ടമ്മ പറഞ്ഞു, ഈ പശുവിന് ഇനിയും ധാരാളം നല്ല ഭക്ഷണം നല്ല രീതിക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ പാൽ ലഭിക്കുകയും നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കാനും സാധിക്കുന്നു. നിങ്ങൾക്ക് അത്രയ്ക്ക് ഐശ്വര്യമുള്ള ഒരു പശുവിനല്ലേ ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ എന്ത് ഭാഗ്യം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇത് കേട്ടുകൊണ്ട് ഈ പശുവിൻ്റെ ഉടമസ്ഥ എന്ത് ചെയ്തു? തൻ്റെ പശുവിന് സാധാരണ കൊടുക്കുന്നതിന് 3 ഇരട്ടി, 4 ഇരട്ടി, 5 ഇരട്ടി ആഹാര സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുത്തു വന്നപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ ഇവരുടെ ഈ പശുവിന് അസുഖം വരികയും സത്യത്തിൽ ഈ പശു ചത്തുപോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ മറ്റുള്ളവരുടെ പൊയ് വാക്കുകൾ കേൾക്കുകയും തെറ്റായ പ്രശംസകൾ വീഴാതിരിക്കുകയും മറ്റുള്ളവർക്ക് നല്ല മനഃശുദ്ധി ഉണ്ടോ അതോ അസൂയയാണോ എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വബുദ്ധിയും സംതൃപ്തിയും ഉണ്ടാവണം എന്നാണ് ഈ കഥ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംതൃപ്തിയും നിങ്ങൾക്ക് ഈ പശുവിലൂടെ ധാരാളം പൈസയും ലഭിക്കുമായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എന്ന് ഈ സ്ത്രീ പിന്നീടാണ് ചിന്തിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസിലേക്ക് വരും. NP സ്കൂൾ ഓഫ് തോട്ട്സ്. ഇവിടെ അറിവിൻ്റെ മുത്തുകളാണ്, ധ്യാനങ്ങളാണ്, സുഗന്ധം, സംഗീതം, അറിവ്, ഇതെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ളതാണല്ലോ നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്. വന്ന് ചെയ്യൂ. മറ്റുള്ളവർ പറയുന്ന അതും ഇതും മറ്റവിടെ അത് കിട്ടും ഇത് കിട്ടും എന്ന് നിങ്ങൾ പോകാതെ ശരിക്കുമുള്ള ശാസ്ത്രീയമായ ഈ ധ്യാനത്തിലേക്ക് വന്ന് ഗുണം ഉള്ളവരായി തീരുക. 9605743596 ആണ് എൻ്റെ നമ്പർ. ഞാൻ കൊല്ലം അയത്തിൽ മെഡിട്രീന ഹോസ്പിറ്റലിൽ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി ഒക്കെ ലഭിക്കും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെയും എൻ്റെ സേവനം പ്രയോജനപ്പെടുത്താമല്ലോ. വരിക. വെൽക്കം.